നമസ്കാരം. ഇ ഡി പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി. മടിയിൽ ഘനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ടെന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, അദ്ദേഹം നിയമസഭയെ വിളിച്ച് ഈ കൈകൾ ശുദ്ധമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കൈകൾ ശുദ്ധമായ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും ഇത്ര ഭയമെന്ത്, ഇത്ര അസഹിഷ്ണുതയെന്ത്? മടിയിൽ ഘനമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇ ഡിയുടെ അന്വേഷണത്തിനോട് സഹകരിച്ചുകൂടാ? വീട്ടിൽ കയറി അവർ തോന്നിവാസമൊന്നും കാണിച്ചില്ല, റെയ്ഡ് നടത്തി സംശയമുള്ളത് പരിശോധിക്കുകയെന്ന്. ഒരു ഏജൻസി നിയമപ്രകാരം ചെയ്യുന്ന ഒരു പ്രവൃത്തി അതിനെ കയ്യൂക്കൊണ്ട് തടയാമെന്ന് കരുതുന്ന മണ്ടൻ സഹാക്കളോട് എനിക്ക് സഹതാപമാണുള്ളത്. അതായത് ഇവർക്ക് യാതൊരു ബോധവുമില്ല. 10 വർഷം ഈ കേരളം ഭരിച്ച മുഖ്യന്റെ വീട്ടിൽ ഇ ഡി കയറിയെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ ഉണ്ട്, യാതൊരു സംശയവുമില്ല. ഇത് ഇപ്പോഴും കള്ളമാണെന്ന് പറയാൻ വിധിക്കപ്പെട്ട സഹാക്കളുടെ വിധിയെയാണ് ഞാൻ പഠിക്കുന്നത്. അവർക്കും അറിയാം പിണറായി മോഷ്ടിച്ചിട്ടുണ്ട്, പിണറായി മക്കൾ മോഷ്ടിച്ചിട്ടുണ്ട്, കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, അഴിമതി കാണിച്ചിട്ടുണ്ട്, പലതരത്തിലും കാശുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും സഖാവിൻ്റെ വീട്ടിൽ ഇ ഡി കയറുമ്പോൾ തെറി വിളിക്കുകയും ഇ ഡിയുടെ കാർ തല്ലിപ്പൊട്ടിക്കുകയും ഇ ഡി ഉദ്യോഗസ്ഥരെ തല്ലുകയും ദേഹോദ്രവേൽപ്പിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് സഖാവിനോടുള്ള കൂറ് പുലർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇത് വലിയൊരു പ്രശ്നമാക്കാതെ അന്വേഷണത്തോട് ഞാൻ സഹകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര നന്നായിരുന്നു. എന്തായാലും പിടിക്കേണ്ടത് പിടിക്കും. അത് പിണറായി അല്ല, ഇനി മാർക്സിസ്റ്റ് പാർട്ടി എല്ലാം കൂടെ വന്നാലും പിടിക്കേണ്ടത് പിടിച്ചിരിക്കും. ഇന്ത്യ മഹാരാജ്യത്ത് ശക്തമായ നിയമമുണ്ട്, അന്വേഷണ ഏജൻസിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. മമതാ ബാനർജി അധികാരം ഒഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂടും ഒട്ടിച്ച് പിടിച്ച് അവിടെ ഇരുന്നതാണ്. മമത ഇറങ്ങി. കാശ്മീർ വലിയ പ്രശ്നമായിരുന്നു, ഇതെല്ലാം തൂത്തുവാരി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നിസാരം പിണറായി വിജയനും അവരുടെ സഖാക്കളും ചേർന്ന് തെറി വിളിച്ചാലും കല്ലെറിഞ്ഞാലും ഒന്നും ഇ ഡി പേടിക്കില്ല. അതൊരു മൗഢ്യമാണ്. ഇവർക്ക് ബോധമില്ലാത്തതുകൊണ്ട് ഇവർ ചെയ്യുന്നതാണ്. സഖാക്കൾ തെറി വിളിക്കുന്നത് ഈ വി ഡി സതീശനെയാണ്. വി ഡി സതീശനെ എന്തിനാ തെറി വിളിക്കുന്നത്? കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ കയറിയതിൻ്റെ അത്രയും ഇ ഡി എങ്ങും കയറിയിട്ടില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ കയറി. അതിന് വി ഡി സതീശനും നരേന്ദ്രമോദിയും കൂടെ ഒത്തുകളിക്കുകയാണെന്നാണ് ഇവർ ആരോപണം. എങ്ങനെയും കേരളം പിടിക്കണം, അതിന് വി ഡി സതീശനെ ചീത്ത വിളിക്കണം. വി ഡി സതീശൻ പാവതൊന്നും അറിഞ്ഞിട്ടില്ല. വി ഡി സതീശന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. നരേന്ദ്രമോദി പോലും അറിഞ്ഞു കാണത്തില്ല. പിന്നൊരു കാര്യം ഞാൻ പറയാം. ഇതുവരെ എന്തുകൊണ്ട് പിണറായി വിജയന്റെ മോളുടെയും കള്ളത്തരങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസി വന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. എല്ലാവർക്കും ആ ചോദ്യമുണ്ട്. അതിന് ഉത്തരം ഞാൻ പറയാം. ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ കള്ളത്തരങ്ങൾ വെളിയിൽ കൊണ്ടുവന്നാൽ അത് ഗുണമേകുന്നത് കോൺഗ്രസിനായിരിക്കും. ബി ജെ പിക്കാർ ബുദ്ധിയില്ലാത്തവരല്ല, മോളിയിരിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരല്ല. ആ കള്ളത്തരങ്ങൾ ഉടനടി വെളിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് അനായാസം പിടിച്ചു വെക്കാം. അപ്പോൾ അന്നേരം പിടിക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്നുള്ള മേളിൽ തലമണ്ടയുള്ള ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ട്. ഇലക്ഷൻ എന്തായാലും കഴിഞ്ഞു. ബി ജെ പിക്ക് 3 സീറ്റും കിട്ടി, കോൺഗ്രസ് നല്ല വിജയം കൈവരിക്കുകയും ചെയ്തു. ഇനിയും തറയെ കിടക്കുന്ന ഈ ഇടതുപക്ഷക്കാരനെ ചവിട്ടി മെതിക്കാൻ തക്ക അവസ്ഥയാണെന്നും അവസരമാണെന്നും കേന്ദ്രത്തിനറിയാം. അതുകൊണ്ട് യാതൊന്നും പേടിക്കണ്ട. ഇനി പോകെ നാശമായിരിക്കും, പോകെ പണിയായിരിക്കും. പിണറായിയും കൂട്ടരും ഒരുങ്ങിയിരുന്നുള്ള കേന്ദ്ര ഏജൻസി കയറും, മോള് കേസിൽ പ്രതിയാവും. മോള് പിണറായി വിജയൻ ജീവിച്ചിരിക്കുക തന്നെ അകത്തും പോകും. അകത്ത് പോകുന്ന ആ ഒരു ദൃശ്യം പിണറായി വിജയൻ കണ്ടുകൊണ്ടേ മരിക്കും. കാരണം അത്രയേറെ ക്രൂരത പലരോടും അനവധി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അത്രയേറെ ക്രൂരനായ ഒരു മനുഷ്യനാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ചെയ്ത ചെയ്തികൾ എല്ലാം കണക്ക് കൂട്ടിയാൽ നമ്മൾ ഇത്ര ക്രൂരനായ ഒരു ആളെയാണോ നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് ഇത്രയും കാലം സഹിച്ചതെന്ന് തോന്നും. എന്തായാലും പിണറായി വിജയന് ഇനി കഷ്ടകാലമാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കും കഷ്ടകാലമാണ്. പഴയതുപോലെ കയ്യൂക്കൊണ്ട് കാര്യമില്ല. നിയമം നടപ്പാകുന്ന ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് കയ്യൂക്ക് വെച്ച് എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതിയാൽ നടക്കില്ല സഖാക്കളെ. അത് നേരിടുക തന്നെ ചെയ്യും, അത് നിയമപരമായി നേരിടുക തന്നെ ചെയ്യും. നിങ്ങൾ കയ്യൂക്കെടുത്താൽ നിങ്ങളുടെ വീട് പുകയില്ല. അന്തം കമ്മികൾ എന്ന് കൂടെ വിളിപ്പിക്കരുത്. അന്തം കമ്മി എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവർ എന്നർത്ഥം. കൂടെ വിളിപ്പിച്ച് നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ ജനം അറിയരുത്. നിങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്ത ചെയ്തികൾ കണ്ട് ജനം നിങ്ങളെ പുച്ഛിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു അന്വേഷണ ഏജൻസി കയറിയപ്പോൾ നിങ്ങൾ ഇത്രയും പ്രശ്നമുണ്ടാക്കി, ഇത്രയും വഴക്കുണ്ടാക്കി,
കാർ തല്ലി പൊട്ടിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ജനത്തിന്റെ മനസ്സിൽ എന്താണെന്നറിയാമോ? നിങ്ങളുടെ കയ്യിൽ കള്ളത്തരമുണ്ട്, നിങ്ങളുടെ നേതാക്കന്മാരുടെ കയ്യിൽ കള്ളത്തരമുണ്ട് എന്നാണ് അവർ ധരിക്കുന്നത്. അല്ലാതെ സത്യസന്ധനായ നേതാവിനെ ക്രൂശിക്കുന്നു എന്നൊന്നും കരുതത്തില്ല. സത്യസന്ധനായ ഒരു നേതാവിനെ ക്രൂശിക്കുവാൻ തുടങ്ങിയാൽ അങ്ങനെ ക്രൂശിക്കാൻ പറ്റും? തെളിവില്ലാതെ ആരെയെങ്കിലും പ്രതിയാക്കാൻ പറ്റും? ED കയറി അന്വേഷണം നടത്തി എന്തെങ്കിലും രേഖകൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ മകളെയോ പ്രതിയാക്കാൻ പറ്റൂ. അല്ലാതെ ചുമ്മാ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ആ അന്വേഷണമായിട്ട് സഹകരിച്ച് സമാധാനപരമായി നിന്നിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പം ഉണ്ടാകില്ല. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജനത്തിന്റെ മനസ്സ് പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ പോകെ നാശത്തിലേക്കാണ്. പ്രതിപക്ഷത്തിരുന്ന് കൂടുതൽ നിങ്ങൾ വെറുപ്പിക്കും. ഭരണത്തിലിരുന്ന് നിങ്ങൾ വെറുപ്പിച്ചു, പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾ വെറുപ്പിക്കും. നിങ്ങൾ ഒരിക്കലും കേരളം ഭരിക്കാത്ത തരത്തിൽ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിവുണ്ടായിട്ടില്ല. തിരിച്ചറിവ് ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. വിനാശകാലേ വിപരീത ബുദ്ധി, ഇത് അടിച്ചു തന്നെ തീരും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്നും ഇല്ലാതാകും. ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് കുറച്ചു കാലത്തിനകം നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പോൾ കാത്തിരിക്കുക. ലാൽ സലാം സഖാക്കളെ, നിങ്ങൾ വീണ്ടും തല്ലിപ്പൊട്ടിക്കുവിൻ. നിങ്ങൾ സമരവുമായി റോഡിലിറങ്ങുവിൻ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുവിൻ, ബന്ദ് നടത്തുവിൻ, ഹർത്താൽ നടത്തുവിൻ, വഴിതടയൽ നടത്തുവിൻ. നിങ്ങൾ കൂടുതൽ ജനങ്ങളെ വെറുപ്പിക്കുവിൻ. അങ്ങനെ ആയാസപ്പെട്ട് നിങ്ങൾ നശിക്കുവിൻ. നന്ദി, നമസ്കാരം.